ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡെലിവറി ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അതായത് എൻ്റെ ഡെലിവറിക്കായി ഞാൻ എന്തൊക്കെ ഐറ്റമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കരുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം എൻ്റെ സാധനങ്ങൾ കാണിക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ബാഗ്. അറിയാമല്ലോ, എല്ലാ സാധനങ്ങളും എടുത്തേക്കാം, ബാഗ് വേണം. പിന്നെ ഞാനൊരു ഫുൾ ഓപ്പൺ നൈറ്റിയും അണ്ടർ സ്കർട്ട് ഇന്നറും എല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് കവറിലാക്കി ലേബർ റൂമിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അത് കഴിയുമ്പം ഫീഡിങ്ങിലുള്ള മെറ്റേണിറ്റി ഡ്രസ്സ് ഒരു 4-5 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇന്നവേഴ്സ്, പിന്നെ 2 തോർത്ത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഫയൽ, അതൊരിക്കലും മറന്നേ പോകരുത്. പിന്നെ പേഴ്സിനകത്ത് ID കാർഡ്, മണി, ATM കാർഡ് ഇതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെൻ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് പൂരിപ്പിക്കണം. പിന്നെ ഷോള് വേണം, അത്യാവശ്യം നൈറ്റിൻ്റെ മേലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ഫീഡിങ് കവറിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം, എനിക്കെന്തായാലും വേണം. പിന്നെ മേക്കപ്പ് സ്റ്റോറേജ് ബാഗ് ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ അത്യാവശ്യം വേണ്ട തലയിലിടുന്ന മണ്ണ്, ചീപ്പ്, മോയ്സ്ചറൈസിങ് ക്രീം, ലിപ് ബാം, പൗഡർ, ഇത്യാദി സാധനങ്ങളെല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് കിറ്റ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നൊരു മിറർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു മെറ്റേണിറ്റി പാഡ്സും സാധാ പാഡ്സും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്ലിപ്പർ, അവിടുത്തെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു സ്ലിപ്പർ നമുക്ക് അത്യാവശ്യം വേണം, സ്ലിപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറക്കാതെ നമ്മുടെ ഫോണും ചാർജറും എടുത്തു വെക്കണം. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഡെലിവറിക്കായിട്ട് കരുതിയേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിരുന്നു. അതിനകത്ത് നമുക്ക് ബേബിക്ക് വേണ്ട എസെൻഷ്യൽ ഐറ്റം ഏതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഏകദേശം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അപ്പോൾ ആദ്യം വേണ്ട നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണ്. പിന്നെ നമുക്ക് ടവൽസ് വേണം. ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്, ഏതാ ബേബിയെന്ന് അറിയില്ലല്ലോ, ഒരു പിങ്കും ഒരു ബ്ലൂവും. പിന്നെ നമ്മളൊരു റിസീവിങ് ടവലായിട്ടൊരു വൈറ്റ് ഹുഡഡ് ടവൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബേബി ക്യാപ് സെറ്റ്, മിട്ടൻസ് ആൻഡ് ബൂട്ടീസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ക്ലോത്ത്, നല്ല കോട്ടൺ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ കട്ട് ചെയ്ത് പീസാക്കിയത്. പിന്നെ ബേബി ബെഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റ്. പിന്നെ നമുക്ക് ബേബി ഡയപ്പർ വേണം, ഡ്രൈ ഷീറ്റ് വേണം. ഡ്രൈ ഷീറ്റ് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ ബേബി സോപ്പ്, ലോഷന്, അത് അത്ര മസ്റ്റാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബി വൈപ്സ്, അതും മസ്റ്റാണ്. പിന്നെ കെട്ടുടുപ്പും 2 റോംബറും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കെട്ടുടുപ്പ് 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് ടവൽ വേണം നമുക്ക്. പിന്നെ നാപ്പികൾ, അതും ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയിൽ കട്ടറും നെയിൽ ട്രിമ്മർ ഫോർ ബേബി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത 2 ഐറ്റം കൂടിയുണ്ട്. ഒന്ന് ബേബി ബാത്തിങ് ഷീറ്റ്, അത് ലവ്ലാപ്പിൻ്റെയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് പോലെ നമ്മൾ ബെഡിൽ ഫുൾ കവർ ചെയ്തിടുന്ന, അതാണെങ്കിൽ മെത്തയ്ക്കകത്ത് നമ്മൾക്ക് കയറ്റി വെക്കാം. അപ്പം കുഞ്ഞ് യൂറിൻ പാസ് ചെയ്താലും അത് ഒരിക്കലും താഴോട്ട് പോവുകയില്ല. ഇത് ബെഡ്ഷീറ്റിന് അടിയിൽ നമ്മൾ വിരിക്കുക, അതിൻ്റെ മേലിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാൽ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്താലും യൂറിൻ താഴോട്ട് പോകത്തില്ല. അങ്ങനെ കവർ ചെയ്യുന്നത്, അങ്ങനെ 2 ഐറ്റം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിനകത്ത് എനിക്കും ബേബിക്കും അല്ലാതെ എസെൻഷ്യൽ ഐറ്റം ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ആദ്യം നമുക്ക് ഫ്ലാസ്ക് 2 വേണം, ഒരു ചെറുതും വലുതും ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ 2 ബോട്ടിലും എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്സ് വേണം, സ്പൂൺ വേണം, ഒരു തൂക്കുപാത്രം വേണം, തൂക്കുപാത്രം കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് വരും. പിന്നെ 2 ചായ കുടിക്കാൻ കപ്പ് എടുത്ത് കരുതിയിട്ടുണ്ട്. പിന്നെ ഡെറ്റോള്, ബ്രഷ്, ഹാൻഡ് വാഷ്, പേസ്റ്റ്, ബാത്ത് സോപ്പ്, ക്ലോത്ത് കഴുകുന്ന സോപ്പ്, പിന്നെ സിസേഴ്സ്, സ്ക്രബ്ബർ നമ്മൾ പ്ലേറ്റ് കഴുകാൻ, ഒരു സോപ്പ് പെട്ടി, ഒരു നൈഫ്, ഇത്രയും ഞാൻ അല്ലാതെ കരുതിയിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ, അത് നമുക്ക് മസ്റ്റാണ്, ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും തുടയ്ക്കാനൊക്കെ ആയിട്ട് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ കരുതിയിട്ടുണ്ട്. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇനി വാങ്ങിക്കാൻ കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വിമ്മ്, അവിടെ ക്യാൻറ്റീനിൽ കിട്ടും, ഒരു വിമ്മ് മേടിക്കണം. പിന്നെ ബക്കറ്റ് മേടിക്കണം. പിന്നെ ഒരു ബേസിൻ മേടിക്കണം. പിന്നെ നമുക്ക് 2 പ്ലാസ്റ്റിക് കപ്പ്, അത് കരുതുന്നത് നല്ലതാണ്. പിന്നെ ക്ലോത്ത് ക്ലിപ്പ്. അപ്പോൾ ഇത്രയും ഐറ്റമാണ്. അല്ലാതെ അതർ എസെൻഷ്യൽ ഐറ്റമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ. പിന്നെ വേണ്ടത് ബൈസ്റ്റാൻഡറിൻ്റെ ഡ്രസ്സാണ്, അവരുടെ ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, പിന്നെ എന്തെല്ലാം എമർജൻസി തിങ്സ് ഉണ്ടോ ബൈസ്റ്റാൻഡറിൻ്റെ അതെല്ലാം. അതായത് ഗുളികകളോ അല്ലെങ്കിൽ പിന്നെ
അത്യാവശ്യം ചീപ്പൻ്റെ ചീപ്പോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അതായത് കൂടെ നിൽക്കുന്ന ആരാണോ അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ബൈസ്റ്റാൻഡറിൻ്റെ ബാഗിനകത്ത് കരുതിയിരിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിന്